എറണാകുളം മരോട്ടി ചുവട് കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതി സമീറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഉച്ചയോടെയാണ് എറണാകുളം CJM കോടതിയിൽ പ്രതിയെ ഹാജരാക്കുക. മദ്യപാനത്തിനിടയിലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഈ ഒരാൾ മാത്രമാണ് ഇതിൽ പങ്കു ചേർന്നിട്ടുള്ളത് എന്നാണോ പോലീസ് കരുതുന്നത്? എന്തോ നിലവിൽ പോലീസിന്റെ ഒരു അനുമാനം അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് രണ്ടുപേരെ സമീർ ഉൾപ്പെടെ മറ്റൊരാളെ കൂടി തൃപ്പൂണിത്തുറ സ്വദേശിയെ കൂടി കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെങ്കിലും ചോദ്യം ചെയ്യലിൽ അയാൾക്ക് ഈ കൃത്യത്തിൽ കൊലപാതകത്തിൽ അയാൾക്ക് പങ്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസിന്. ഇവർ ഒരുമിച്ച് മദ്യപിച്ചിരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഇതിനുശേഷം ബഹളത്തിലേക്ക് എല്ലാം തന്നെ നീങ്ങുന്നതും പിന്നീട് സമീർ ഇയാളെ കൊലപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്ന പ്രവീണിനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് നേരത്തെ കസ്റ്റഡിയിലെടുത്ത ആളെ പോലീസ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. കൂടുതൽ പേർക്ക് മറ്റെന്തെങ്കിലും വേറെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം, കാരണം ഈ ഇരുവർക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും വിഷയങ്ങൾ തർക്ക കാരണമായിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. സമീറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡി അപേക്ഷ നൽകുന്നതിന് ശേഷമാണ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇതിൽ മറ്റുള്ളവർക്കുള്ള ഒരു പങ്ക് ഏതെങ്കിലും രീതിയിൽ ഇവർ തർക്കത്തിൽ ഏർപ്പെട്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട പ്രവീണിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇയാളും നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ്. ഇരുവരും ഈ രീതിയിലെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു എന്നതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മരോട്ടി ചുവട് പാലത്തിന് അടിവശം അയാൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ദേഹമാസകലം മുറിവുകളുണ്ടായിരുന്നു. അതിൽ ഒരു അസ്വാഭാവികത സംശയിച്ച് പോലീസ് പിന്നീട് അന്വേഷണത്തിനൊടുവിലാണ് ഈ സമീറിനെ അറസ്റ്റ് ചെയ്യുന്നത്. റൈറ്റ്. എന്താണെങ്കിലും പോലീസ് അന്വേഷണം തുടരുകയാണ്. കൂടുതൽ പ്രതികളില്ല എന്ന് കരുതുകയും ചെയ്യുന്നു പോലീസ് സംഘം.